ഇപ്പൊ മമ്മൂക്കയുടെ ഒരു കാര്യം പറഞ്ഞപ്പോ അസീസിക്കയുടെ ലൈഫിൽ എങ്ങനെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ കാണുന്നത്? ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഒരു ആ ഒരു ചോദ്യമില്ലാത്തൊരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്റർവ്യൂ പറയാലോ. അത് ഇപ്പൊ പറഞ്ഞില്ലേ, കോമഡിയിൽ നിന്ന് സീരിയസിലേക്കൊക്കെ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് മമ്മൂക്ക. നമുക്കൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടറുമാണ്, ഒരു ക്രിയേറ്ററുമാണ്. പറഞ്ഞു തരും, ഭയങ്കര ഒരു പരിപാടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഒരു പാട്ടൊക്കെ പാടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര വൈറലാകും. മറ്റേ ആശാനല്ലേ, ഒരു പാട്ട് പാടി തരുമോ? അത് ഞാൻ പറയല്ലേ, ഈ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലീസ് കഴിഞ്ഞാൽ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാണാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ചില സിനിമകൾ ചിലപ്പം തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് പോകും. നല്ല നല്ല പടങ്ങൾ അത് OTT-യിൽ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളവർക്ക് കാണാൻ പെട്ടെന്ന് OTT വന്നിട്ടുണ്ട്. OTT കാണും, റിലീസാകണേ കാണും. അങ്ങനെ ഞാൻ കണ്ട എനിക്ക് ആശാൻ എന്നൊരു സിനിമ വലിയ ഒരു ജനപ്രതിനിധി പറ്റിയിട്ടില്ല. അപ്പോൾ ആശാൻ എന്ന പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഞാനത് ഫസ്റ്റ് ദിവസം തന്നെ കണ്ടിട്ട് എനിക്ക് ആ പാട്ടും ഇന്ദ്രൻ സേട്ടൻ്റെ ജോമോൻ്റെ ഒക്കെ പ്രകടനം ഞാൻ ആ പടത്തിൽ എനിക്കൊരു വേഷം കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയൊരു സിനിമയായിരുന്നു ആശാൻ എന്ന് പറഞ്ഞത്. ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ സിനിമാക്കാർക്ക് റിലേറ്റഡ് ആവുന്ന സിനിമയായിരുന്നു. സൂര്യസന്തോഷിന്റെ ആ ഒരു സൂര്യൻ നമ്മൾ ചങ്ക. അപ്പോൾ സൂര്യൻ്റെ ആ പാട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൂര്യൻ്റെ പാട്ട് അങ്ങനെ പെട്ടെന്ന് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ഒരു ധൈര്യം എവിടെ കിട്ടി? അല്ല, അത് ഇപ്പോൾ ഈ നോയമ്പ് സമയമല്ല, റമദാൻ മാസം. അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ 1 മാസം കൊണ്ട് പഠിച്ചതാ. പക്ഷെ അത് റെഡി ആയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും എല്ലാവരും ലൈക്ക് അടിച്ചു. എല്ലാവരും ലൈക്ക് അടിച്ചു.